അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസുഹാബി അജ്മഈൻ അമ്മാ ബഅദ്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദിവസത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. നമുക്കറിയാം, നമ്മളേറ്റവും സന്തോഷവും ആഹ്ലാദവും അനുഭവിക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യവും അനുഗ്രഹവുമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനെ കുറിച്ച് അള്ളാഹു റഹ്മത്ത്, കാരുണ്യം എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് കാരുണ്യമാകുന്നത്? അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് കാരുണ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിന് സൗഭാഗ്യവും സന്തോഷവും നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലേക്കെല്ലാം നമ്മളെ എത്തിക്കുന്ന ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമാണ് വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് ഖുർആൻ്റെ ആശയങ്ങൾ പ്രകാരം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് സൗഭാഗ്യവും സന്തോഷവും ലഭിക്കും. അതുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനാകുന്ന അല്ലെങ്കിൽ ഇസ്ലാമാകുന്ന അനുഗ്രഹത്തെ, വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് ഞാൻ കാരുണ്യത്തെ, എൻ്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറയുന്ന ഈ മഹത്തായ ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന ദിനമാണ് അറഫയുടെ ദിനമെന്ന് പറഞ്ഞാൽ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ പൂർത്തീകരണം നടന്ന മഹത്തായ ഒരു ദിനം. ലോകത്ത് ഏത് കാലത്തും ഏറ്റവും മൂല്യവത്തായിട്ടുള്ള, ഏറ്റവും നിത്യപ്രസക്തമായിട്ടുള്ള ആശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിലെ ഈ പ്രഭാഷണത്തിലാണ് അത് ലക്ഷക്കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ ചരിത്രത്തിലെ മഹത്തായ ദിനം വീണ്ടും വീണ്ടും വർഷങ്ങളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ ആ ദിനത്തിലാണ് നമ്മളുള്ളത്. ഒരു പക്ഷേ ഇന്ന് നാം മാസം കണ്ടത് പ്രകാരം നമുക്ക് ദുൽഹജ്ജ് 8 എന്നാൽ സൗദി അറേബ്യയിലെ മാസപ്പിറവി പ്രകാരം അവർക്ക് ദുൽഹജ്ജ് 9. അതുകൊണ്ടാണ് അവിടെ അറഫയായത്. എന്നാലും ആ അറഫ ദിനത്തിൻ്റെ ആ ചരിത്ര മുഹൂർത്തത്തെ യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കും നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ ഇന്നത്തെ ഈ അറഫ ലൈവിലൂടെ നമുക്ക് സാധിക്കുന്ന കുറേ നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു ദിനമാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. വ്യത്യസ്തമായ തലത്തിലാണ് ഈ ദിനത്തെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. ഒന്ന്, ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച അവസാനത്തെ ആ ഹജ്ജിൻ്റെ ഓർമ്മകൾ. രണ്ടാമത്തൊരു കാര്യം, പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഹജ്ജിന് പോയി ഹജ്ജ് നിർവഹിച്ചു വന്നവർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ മറക്കാൻ പറ്റാത്ത ജീവിതാനുഭവങ്ങളാണ് ഹജ്ജ് അവർക്ക് നൽകിയിട്ടുള്ളത്. ആ ഓർമ്മകൾ, അന്ന് അറഫയിൽ നിന്നതും ഹജ്ജിന് പോയതുമായ ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്ന, ആ പഴയ ഓർമ്മകളെ ഹൃദയത്തിലേക്ക് വരുത്തുന്ന വൈകാരികമായ അനുഭവങ്ങൾ ഹജ്ജ് ചെയ്തവർക്ക് ഇന്ന് എന്തായിരുന്നാലും ഈ അറഫയുടെ ദിനം വരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരിക്കും. മറ്റൊരു ഓർമ്മ, ഇന്ന് ഹജ്ജ് നിർവഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്രാവശ്യത്തെ അറഫയിൽ നിൽക്കുന്ന ആളുകളാണ്. അതൊരു വല്ലാത്ത അനുഭവമാണ് അവർക്ക് നൽകുന്നത്. കാരണം ഹജ്ജിന് പോകുന്ന ഏതൊരാളും അവിടെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, അതാണല്ലോ ആഗ്രഹിക്കുന്നത്. എല്ലാ ആളുകളും, അതായത് ഹജ്ജിന് പോയ മുഴുവൻ ആളുകളും ഒന്നിച്ചൊരു കർമ്മം ചെയ്യുന്നത് അറഫയിലാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ വ്യത്യസ്ത സമയങ്ങളിൽ വന്നു പോയിക്കൊണ്ടിരിക്കും. മുസ്ദലിഫയിൽ പോലും നേരം പുലരുന്നത് വരെ നിൽക്കണമെങ്കിലും പല സന്ദർഭത്തിലാണ് ആളുകൾ വരുന്നത്. ഇവിടെ ഒരു പക്ഷേ ഒരു ളുഹറാകുമ്പോഴേക്കന്നെ എല്ലാവരും എത്തും. പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച, തനിക്ക് വേണ്ടി, തൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ആ പ്രാർത്ഥനാ നിരതമായി ലക്ഷക്കണക്ക് ആളുകൾ നിൽക്കുന്ന ഒരു മഹ്ശറ പോലെ
എല്ലാവരും ഒരേ വേഷത്തിലും ഒരേ രൂപത്തിലും ലക്ഷക്കണക്കിന് ആളുകൾ വിശാലമായ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവ കാഴ്ചയുണ്ടല്ലോ, അതിലൊരു കണ്ണിയായി ചേരാൻ കഴിയുന്ന ആ ഒരു ഉത്തരം കിട്ടുന്ന സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അനുഭവം ഇപ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആളുകൾക്കുണ്ട്. മറ്റൊന്ന്, ദുൽഹജ്ജ് 10 ശ്രേഷ്ഠമായ ദിനങ്ങളിൽ ഒരു നോമ്പ് ലോകത്തുള്ളവരെല്ലാം നോൽക്കുന്ന, ഹാജിമാരല്ലാത്തവരെല്ലാവരും നോൽക്കുന്ന ഒരു ദിനമാണ് അറഫ. 2 വർഷത്തെ പാപങ്ങൾ പുറത്ത് കിട്ടുന്ന ഏറ്റവും പുണ്യകരമായ ഒരു നോമ്പിൻ്റെ സന്ദർഭം ആ നിലക്കും പ്രസക്തമായിട്ടുള്ള ഒരു ദിനമാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെരുന്നാളിൻ്റെ ദിനമാണ്. ഹജ്ജിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ദിവസമാണ് അറഫ, അല്ല ഹജ്ജു അറഫ എന്നാണ്. അറഫയിൽ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ. രോഗികളായി അവിടെ എത്തുന്ന ആളുകളെപ്പോലും ഒരു ആംബുലൻസിലെങ്കിലും ഒരല്പസമയം അറഫയിൽ നിർത്തി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദിനമാണ്. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അനുഭവങ്ങൾ നൽകുന്ന, ചരിത്രത്തിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന, ഏറ്റവും അധികം നമ്മളെ വികാരം കൊള്ളിക്കുന്ന ഒരു ദിനത്തിലാണ് ഇന്നു നമ്മളുള്ളത്. തീർച്ചയായും നമ്മുടെ ഹജ്ജ് ചെയ്തവരുടെ ഹജ്ജുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നവർക്ക് അള്ളാഹു മഖബൂലായ മബ്റൂറായ ഹജ്ജ് ചെയ്യാനുള്ള അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ചുകൊണ്ട് അവസാന നിമിഷം വരെയും ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാം.